ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹീമ കൊച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമോൻ്റെ സ്റ്റുഡിയോയിലാണ് കേട്ടോ. കുഞ്ഞുമോനെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കുഞ്ഞുമോനും മക്കളും ഫാമിലിനെ അറിയാത്തവരാരുള്ള കേരളക്കരയിലല്ലേ. കേരളത്തായാലും കേരളത്തിൽ നിന്ന് പുറത്തായാലും ഈ ഫാമിലിനെ അറിയാത്തവരാരും ഉണ്ടാവത്തില്ല. അപ്പോൾ കുഞ്ഞുമോൻ നമ്മുടെ അടിപൊളി ബെസ്റ്റ് ചങ്കാണ് കേട്ടോ. ചങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽ, അതായത് നമ്മൾ 1-ാം ക്ലാസ് അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം മുതലേ കാണുന്നൊരു കൂട്ടുകാരനാണ് നമ്മുടെ കുഞ്ഞുമോന്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞുമോൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാളക്കടവിലാണ്. കുഞ്ഞുമോൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അപ്പോൾ കുഞ്ഞുമോൻ്റെ വർക്കിൽ ഇപ്പം ഞാനും ഉണ്ട്, ഒരു ചെറിയൊരു കഥാപാത്രമായിട്ട് അവരുടെ ഫാമിലിയിൽ ഇപ്പം ഞാനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്ന. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുഞ്ഞുമോൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. കുഞ്ഞുമോന് ഒരുപാട് കഴിവുകളുള്ളൊരു വലിയൊരു കലാകാരനാണ് കേട്ടോ. അഭിനയം മാത്രമല്ല, കോമഡി, അഭിനയം, അതുപോലെ തന്നെ നല്ല എഡിറ്ററാണ്. പിന്നെ ഒരു സിനിമാ പ്രാന്തനാണ്, ഒരു സിനിമാക്കാരനാണ് ശരിക്കും. അവന് എന്താ പറയുക, വലിയൊരു സിനിമാക്കാരനാവാനുള്ള എല്ലാവിധ കഴിവും കുഞ്ഞുമോനുണ്ട്. ഭാവിയിലേക്ക് ദൈവം അനുഗ്രഹിച്ച് വലിയൊരു സിനിമാക്കാരനാക്കട്ടെ. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ മാളക്കാർക്ക് വലിയൊരു അഭിമാനമാണ് ഇപ്പോൾ കുഞ്ഞുമോനും ഫാമിലിയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞങ്ങളുടെ ചെറിയൊരു സ്കിറ്റിൻ്റെ ഒരു ഡബ്ബിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു അത്. നമുക്ക് നമ്മുടെ മാളയിൽ തന്നെ നല്ലൊരു അടിപൊളി സ്റ്റുഡിയോയിലിരുന്ന് അങ്ങനെ ഒരു ഡബ്ബിങ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമല്ലേ. ഞാനിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യണതൊക്കെ. കാരണം നമ്മുടെ ചെറിയൊരു ചാനലാണ്. പിന്നെ നമ്മൾ ആയി വരുന്നുള്ളൂ, നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്നുള്ളൂ. നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഹെൽപ്പുകളും കുഞ്ഞുമോൻ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ മാളയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവരൊക്കെയാണ് നമുക്ക് യൂട്യൂബിൻ്റേതായ ABCD ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. നമ്മുടെ ജോൺസൺ എന്ന് പറയും, പോൺസി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അറിയാമായിരിക്കല്ലേ. അവരും നല്ല ഫേമസ് ചാനൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാളക്കാർക്കടെ വിശേഷങ്ങൾ. അപ്പം ഒരു എന്താ പറയുക, നല്ല രസമായിരുന്നു എഡിറ്റിങ്ങിൻ്റെ സമയത്ത്. കുഞ്ഞുമോൻ്റെ കുറേ തമാശകളൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു, അവളാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറം നിൽക്കുന്നത് നമ്മളുടെ ഒപ്പം തന്നെ അഭിനയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചങ്കാണ് കേട്ടോ. തൊട്ടപ്പുറം ഇരിക്കുന്നത് ആൾ കുറേ ഷോർട്ട് മൂവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിക്ക് മുമ്പ്. അപ്പോൾ കുഞ്ഞുമോൻ്റെ കൂടെ നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന സ്കിറ്റിലും ആളുണ്ട്. അപ്പം അങ്ങനെ കുഞ്ഞുമോൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു സ്കിറ്റ് അഭിനയിക്കാൻ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാളക്കാരി എന്ന നിലയിലും അവൻ്റെ ഫ്രണ്ട് എന്ന നിലയിലും ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് അത് കണ്ടത്. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് അടുത്ത് തന്നെ റിലീസാവുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ കുഞ്ഞുമോനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകറ്റി നിർത്താനായിട്ട് എല്ലാവർക്കും പറ്റും, ചേർത്ത് നിർത്താനായിട്ട് അത്രയും നല്ല മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. മനസ്സിൽ അത്രയും നന്മയുള്ളവർക്ക് മാത്രമേ ചേർത്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ ആരെയും, അല്ലേ ചങ്കുകളെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് കുഞ്ഞുമോനും ഫാമിലിയും. അവർ കുഞ്ഞുമോൻ്റെ വൈഫായാലും മക്കളായാലും അവരുടെ ഫാമിലി എല്ലാവരും നമുക്ക് എന്താ പറയുക, വളരെ സ്നേഹത്തോട് കൂടിയുള്ളൊരു സമീപനമാണ് നമ്മളോട്. നമുക്ക് അവരുടെ കുടുംബത്തെ ഒരു അംഗത്തെ പോലെ തന്നെയുള്ളൊരു സ്ഥാനമാണ് അവരുടെ ഫാമിലി നമുക്കുള്ളത്. അത് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് കേട്ടോ കുഞ്ഞുമോന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മാളക്കാർക്കൊരു പ്രത്യേകതയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ മാളക്കാർ അങ്ങനെയാണ്, എല്ലാവരും സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കിഷ്ടം. നിങ്ങളും അതുപോലെയൊക്കെ തന്നെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലുള്ളൂ അല്ലേ, ഓർത്ത് വയ്ക്കാനായിട്ട്. എല്ലാവരോടും നല്ലപോലെ പെരുമാറുക, നല്ലപോലെ സംസാരിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കുക. എല്ലാവരും സങ്കടത്തിൽ അവരോടൊപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക അത്താണിയായിട്ട് നിൽക്കാൻ പറ്റുക, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിറ്റ് അധികം തന്നെ വരുന്നുണ്ട്. പൊന്മണി എന്ന കഥാപാത്രമായിട്ടാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. ഇതിക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ എൻ്റെ ഒരു ആദ്യമായി വരുന്നൊരു സീനുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് വരുന്നൊരു സീൻ നമ്മുടെ വന്നു കഴിഞ്ഞു കുഞ്ഞുമോൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ അടുത്തതിൻ്റെ 2ാം ഭാഗമാണ് വരുന്നത്. കൺമണിയായിട്ട് ആ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുഞ്ഞുമോൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും, അതിൽ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നെഗറ്റീവ് പറയുന്നവരുണ്ടാകാം, പോസിറ്റീവ് പറയുന്നവരുണ്ടാകാം. എന്നാലും രണ്ട് കൂട്ടർക്കും ഒത്തിരി സന്തോഷത്തോടു കൂടി, നെഗറ്റീവായാലും പോസിറ്റീവായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഏത് കമൻറ്റും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ചങ്കളെല്ലാവർക്കും. ഈ തന്ന സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും ചേർത്ത് പിടിക്കലിനും എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ചങ്കളെ, അപ്പോൾ ആരും കാണാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ടാറ്റാ, ബൈ ബൈ.